പമ്പ ഡാമിൽ നിന്നുള്ള വെള്ളം ഇവിടെ 8 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ പറ്റിയത്. അതിനു മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത്. ആഞ്ഞിലിമുട്ടിക്കടവിൽ പാടത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വെള്ളം ധാരാളം ആൾക്കാരെത്തിയിട്ടുണ്ട് കാണാനായിട്ട്. കോയിപ്പാലമാണ് നമ്മളവിടെ കാണുന്നത്. $50 സെന്റിമീറ്ററോളം വെള്ളം ഉയരുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ പാലത്തിൻ്റെ അടിയിലോട്ട് പോവാണ്, അടിയിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. എട്ട് മണിയാകുമ്പോഴത്തേക്ക് എത്തുമില്ലടാ വെള്ളം. പിന്നെ റാന്നിയിൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. ഇത്രയും നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് എത്തുമെന്നാണ്. 7:30-8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. പാടശേഖരങ്ങളും തോടും എല്ലാം നിറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം വെള്ളം അധികം കണ്ടത്തിലോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പം നേരെ പൊങ്ങാനാണ് ചാൻസ്. കണ്ടങ്ങളെല്ലാം ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. തിരിച്ചിറങ്ങിയോണ്ടൊരു 10% എല്ലായിടും ഇപ്പം നിറഞ്ഞു കഴിഞ്ഞേക്കുവാണ്. തിരുവല്ലയിലെ അവസ്ഥയാണ് അതീവ കഷ്ടമാണ്. ഇപ്പോൾ അവിടെ പൊങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തായാലും ഒരു തീരുമാനമാകും. കുട്ടനാടിലെ ആൾക്കാരുടെ ഇവിടെ കുറച്ചെങ്കിലും ഇറങ്ങിയെന്നെങ്കിലും പറയാം. തോട്ടപ്പുഴശ്ശേരി കടവിൽ നിന്നുള്ള കാഴ്ചയാണ്. പമ്പ ഡാം 4 ഷട്ടറുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. പമ്പാ നദിയിൽ ക്രമാതീതമായി വെള്ളം കൂടുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. സത്രത്തിൻ കടവാണ് ദയാ കാണുന്നത്. ആറന്മുള പാർത്ഥസാരഥി അമ്പലമാണ്.
പുൽകൃഷിയൊക്കെ നശിച്ചതാണ്. പുൽകൃഷി, അപ്പുറത്ത് വാഴക്കൃഷി എല്ലാം നശിച്ചിരിക്കുകയാണ്. ഒഴുക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ചെറിയൊരു എരപ്പും നല്ല ഒഴുക്കിൻ്റെ സൗണ്ടും ഉണ്ട്. ഇപ്പം ഏകദേശം ഇവിടെ ഒരു 6:30 സമയമായിട്ടുണ്ട്. 6:30-ക്കുള്ള ദൃശ്യങ്ങളാണിത്. പമ്പാ നദി, ആഞ്ഞിലിമുട്ടിക്കടവ് പാലം, സമയം 6:30. റാന്നിയിൽ ഇപ്പം എത്തിക്കാണണം പമ്പാ ഡാമിൽ നിന്നുള്ള വെള്ളം.